ഗായ്സ്, കിണറ്റിലെ വരാൽപിടുത്തം എന്ന സീരീസിന് ശേഷം നമ്മൾ അടുത്തത് അവതരിപ്പിക്കാൻ പോകുന്നു ആമക്കുളത്തിലെ വരാൽപിടുത്തം. നമ്മളന്ന് വരുന്ന സമയത്ത് കുറേ വരാൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെറുമീനാണോ എന്നിട്ടൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതില്ലേ, ദീ പൂച്ച കണ്ട അവൻ എൻ്റെ കൂടെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുകയാണ്. അവനിക്ക് ലൈവ് മീൻ കൊടുക്കണം എന്നാണൊക്കെ പറയണത് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീട് മൊത്തം കളിച്ചിട്ടാകും നമ്മൾക്ക് 4-5 മണ്ണിരയെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളിന്ന് കാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇന്ന് ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ഫ്രോഗിൻ്റെ നെയിം എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഇതിൽ ഭാഗ്യവശാൽ ഒരു മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല. 2-3 പ്രാവശ്യം തവള കിട്ടിയിട്ടുണ്ട്, അതല്ലാണ്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് വേഗം പോവാട്ടോ. വരണ്ട, നമ്മൾക്ക് പോവാം ഗൈസ്. അവനിക്ക് നല്ല ജാട ഗൈസ്. നമ്മൾ ആമക്കുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും നമ്മൾക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഇപ്പം എങ്ങാനും കിട്ടിയാലോ. മീനൊക്കെ ഉണ്ട് തോന്നുന്നു, അറിയില്ല. നമുക്കെന്തായാലും കാസ്റ്റ് ചെയ്യാം കേട്ടോ. അയ്യോ, നല്ല ദൂരെ പോയി. നമ്മൾ കുറച്ച് നേരം കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് മണ്ണിര വെച്ചിട്ട് ഇടാം കേട്ടോ. ഗൈസ്, എനിക്ക് ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാൻ അറിയുള്ളൂ. ഓഹ്, നല്ല ദൂരമൊക്കെ പോകുന്നുണ്ട്. വരാലൊക്കെ പിടിച്ചിട്ട് പോയി തോന്നുന്നു, ഒന്നിനെയും കാണാനില്ല. അയ്യോ, പക്ഷെ അന്ന് വലിയ വരാൽ കൊണ്ട് ഇപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലില്ലേ, അവിടെ പൊളയ്ക്കുന്നുണ്ട്. നമുക്കവിടെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. നമുക്ക് നോക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ടില്ലേ. അയ്യോ, അവിടെ എത്തിയുള്ളൂ. ചളി, കാലിൽ ചളി. ഇങ്ങനെ കാസ്റ്റ് ചെയ്താൽ മീൻ എവിടെ നിന്നാണെങ്കിലും ഓടി അടിക്കുന്നൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ കേട്ടു. ഇതിപ്പോൾ ഓടിയിട്ട് പോലും വരുന്നില്ല. നമുക്ക് എൻ്റെ തവള മാത്രം ഓടുന്നുള്ളൂ. ഞാൻ കാസ്റ്റ് ചെയ്ത മീൻ ഓടി വരികയല്ലോ, മീൻ ഓടിപ്പോവും. അമ്മാതിരി സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കാസ്റ്റ് ചെയ്യണത്. ഗൈസ്, നമ്മൾ കുറച്ചധികം നേരം ഇപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണു. മീനൊന്നും കാണാനില്ല കേട്ടോ. കിട്ടില്ല, പക്ഷെ കാണുമെങ്കിലും ചെയ്യും. പക്ഷെ ഇതിപ്പോൾ കാണാനൊന്നുമില്ല. കാസ്റ്റിംഗ് നിർത്തിയിട്ട് ഇപ്പം നമ്മൾ എരി ഇട്ടിട്ടാണ് കേട്ടോ പിടിക്കാൻ വേണ്ടി പോണത്. കാരണം കാസ്റ്റിംഗ് നടക്കണില്ല, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അമ്മേ, അവിടെ എന്തുട്ടാ മീൻ കിട്ടിയില്ലെങ്കിലും നല്ല വെയിറ്റ് അനുഭവപ്പെടുമ്പോൾ നല്ല സുഖം ഉള്ളൂ. ദേ അവിടെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് മണ്ണീര കോർത്തിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ എന്തോ പൊളക്കുന്നുണ്ട് ഗായ്സ്. ആ പശു നിൽക്കണില്ലേ, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടില്ലേ വലിയൊരു വരാല് ടബാ പറഞ്ഞിട്ട് അടിച്ചു കേട്ടോ. നമുക്കെന്തായാലും ഈ പറമ്പിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇട്ട് നോക്കാം കേട്ടോ. അവിടെ എന്തായാലും വലിയ വരാല് ഇങ്ങനെ അടിച്ച് നമുക്കിതിൽ കൂടെ നടക്കാം. കണ്ട അവിടെ എന്തൊക്കെയൊക്കെയോ അനക്കുണ്ട്. നമ്മൾക്ക് പോവാം ഗായ്സ്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. നമ്മളിവിടെയാണ് കേട്ടോ വരാല് കണ്ടത്. കണ്ടില്ല, സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമെന്ന് നമ്മൾക്ക് ഊഹിച്ച് വന്നതാണ്. എന്തായാലും ഇവിടെ തീറ്റിട്ടുണ്ട്, നമ്മൾക്ക് കിട്ടുമോ നോക്കാം കേട്ടോ. ഇവിടെ ഇരുന്നാൽ മേലെ എവിടെയെങ്കിലുമൊക്കെ മീനുണ്ടോ എന്നറിയാൻ പറ്റും. കണ്ടോ ദേ നോക്ക്, അവിടെയൊക്കെ പൊളയ്ക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ കാസ്റ്റ് ചെയ്ത് നല്ല ദൂരത്തേക്ക് കാസ്റ്റ് ചെയ്തിട്ട് കണ്ട ആ മുളയിൽ പോയി നിൽക്കുന്നുണ്ട് സാധനം. ദേ അതാ നമ്മുടെ ഫ്രോഗ്. കിണറിന്ന് വെള്ളം എടുക്കണം. അയ്യോ വയ്യ. നല്ല പുരോഗമനമുണ്ട് കേട്ടോ എൻ്റെ കാസ്റ്റിങ്ങിന്. എന്തായാലും മീനൊന്നും കാണാനില്ല ഗൈസ്. നമ്മളുടെ മീനൊന്നും നമ്മളോട് നല്ലപോലെ സഹകരിക്കുന്നില്ല കേട്ടോ. ഒരുത്തം പോലും കാണാനില്ല. നീ അമ്മമാർക്ക് ഇത് എവിടെ പോണ് ഗൈസ്. ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വാഴയ്ക്കാണ്. കണ്ടോ, അവിടെ വാഴൻ്റെ ഇല അനങ്ങണ് കണ്ടോ. ഇത് അവിടെ പോയി കുടുങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ കുളം താണ്ടിയിട്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. വാഴപ്പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് വലിക്കായിരുന്നല്ലേ ഗായ്സ്. നമ്മളൊരു മീൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏത് മീനാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു മീൻ കേട്ടോ. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ മീൻ കണ്ടിട്ടില്ല. വരാലല്ല, നല്ല വീതിയുള്ളൊരു മീൻ. പക്ഷെ അവനെ ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നില്ല കേട്ടോ.
അവനിപ്പോൾ പോയി തോന്നുന്നുണ്ട്. ഞാൻ ഇനി മേലെ വന്നാൽ നേരെ കാണിച്ചു തരാവേ. ഗായ്സ്, വലിയ മീന് അത് പോണു. അവിടെ ഒരു വലിയ മീന് ഉണ്ടായിരുന്നു, നല്ല തടിച്ചിട്ട്. എന്തിട്ട് മീന്? അതവൻ പോയാ? പക്ഷെ അവനെ നേരെ കാണാനില്ല കേട്ടോ, കാരണം ചളിൻ്റെ കളറാണ് അവനിക്ക്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ മീൻ പിടിക്കൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ മീനൊന്നുമില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് ഒരുത്തൻ, അത് എന്താ ഒരു ചളി കളർ പോലത്തെ മീന്, നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ. അത് എന്ത് മീനാണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ നല്ല തടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ വായൊക്കെ ചെറുത്, നല്ല തടിയുണ്ട്, പക്ഷെ ഉരുണ്ട പോലത്തെ നല്ല നീളമൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സൈസ് മീനാണ്. സിലോപ്പിയല്ല, കാരണം അതിന് മേലത്തെ ചിറകൊന്നുമില്ല. അത് എന്ത് മീനാണെന്ന് പോലും അറിയില്ല. അവൻ ഇങ്ങനെ ഇതിൽ കൂടെ ഒക്കെ വട്ടം വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇന്ന് അവനെ കുറച്ച് നേരം നമ്മൾ നോക്കി, പക്ഷെ കിട്ടിയില്ല. നാളെ നമ്മൾക്ക് നോക്കട്ടാ. ഇന്നെന്തായാലും നമ്മൾക്ക് വരാലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞു വരാലൊക്കെ വേറൊരു ചേട്ടൻ വന്നിട്ട് പിടിച്ചിട്ട് പോയിന്ന്. അപ്പം പിന്നെ നമ്മൾ വേറെ കുറച്ച് വരാലുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം അതും നോക്കാം. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ മറ്റേ മീനിനെ പിടിക്കൽ, പേര് പോലും അറിയാത്ത ഒരു മീനിനെ പിടിക്കലാണ് ഇനി നമ്മുടെ ദൗത്യം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.